140 മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഔദ്യോഗികമായി രാജിവെച്ചു. രാജ്യസഭാ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് സമർപ്പിച്ച രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വീകരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കട്ടിളപ്പാളിയും വാതിലും ഇളക്കി പണിയാൻ ദേവസ്വം ബോർഡ് നീക്കം നടത്തിയിരുന്നതായി വിവരം. മദ്യനികുതി വിവാദം കോൺഗ്രസിലും UDF-ലും അതൃപ്തി. മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ വിശദീകരണം നൽകും. DHS ഡോക്ടർ റീനയുടെ സ്ഥലമാറ്റം. ട്രിബ്യൂണൽ സ്റ്റേക്കെതിരായ അപ്പീൽ ഹൈക്കോടതി വിധി ഇന്ന്. അങ്കണവാടിയിലെ അതിക്രമം. പ്രതിയുടെ അമ്മയായ ടീച്ചറെ ചോദ്യം ചെയ്യും. സർവീസിൽ നിന്ന് നീക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഔദ്യോഗികമായി രാജിവെച്ചു. രാജ്യസഭാ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് സമർപ്പിച്ച രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. മൂന്നാം മോദി മന്ത്രിസഭയിൽ ന്യൂനപക്ഷകാര്യം, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയായിരുന്നു. മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്ന ജോർജ് കുര്യൻ. മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ അദ്ദേഹം ഇനി കേരളം കേന്ദ്രീകരിച്ച് പാർട്ടി സംഘടനാ രംഗത്ത് സജീവമായി പ്രവർത്തിക്കാനാണ് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കട്ടിളപ്പാളിയും വാതിലും ഇളക്കി പണിയാൻ ദേവസ്വം ബോർഡ് നീക്കം നടത്തിയിരുന്നതായി വിവരം. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന് പിന്നാലെ ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയും വാതിലും ഇളക്കി പണിയാൻ 2025 ദേവസ്വം ബോർഡ് പദ്ധതിയിട്ടിരുന്നതായി പുതിയ വിവരങ്ങൾ പുറത്തുവന്നു. സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ദ്വാരപാലക ശില്പം അഴിച്ച് സ്വർണം പൂശാനായി ചെന്നൈയിലെ സ്വകാര്യ സ്ഥാപനത്തിന് നൽകിയ വിവാദം കനക്കുന്നതിനിടെയാണ് ഈ നീക്കവും ചർച്ചയാകുന്നത്. വാതിലിന്റെ സ്ക്രൂ ഇളക്കിയതിനാൽ പാറ്റയും എലിയും കയറാതിരിക്കാനാണ് അറ്റകുറ്റപ്പണിക്ക് പദ്ധതിയിട്ടതെന്നാണ് ബോർഡിന്റെ വാദം. എന്നാൽ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിൽ ഭരണപരമായ വീഴ്ച സംഭവിച്ചതായി പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള 2025 ദേവസ്വം ബോർഡിനെ കൂടി കേസിൽ പ്രതിപട്ടികയിൽ ചേർക്കുമെന്നാണ് സൂചന. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങളിൽ വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയിൽ വിശദീകരണം നൽകും. ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിലായിരിക്കും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട് അറിയിക്കുക. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച നടപടിക്കെതിരെ കോൺഗ്രസിലും UDF-ലും വലിയ രീതിയിലുള്ള അതൃപ്തിയും തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. VM സുധീരൻ അടക്കമുള്ള നേതാക്കളുടെ പരസ്യ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപനത്തിൽ സർക്കാർ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. അതേസമയം ഈ നികുതി വിവാദവും PM-ശ്രീ പദ്ധതിയും സഭയിൽ സർക്കാരിനെതിരെ ശക്തമായ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പുറപ്പെടുവിച്ച സ്റ്റേ ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പ്രസ്താവിക്കും. സർക്കാരിന്റെയും എതിർഭാഗത്തിന്റെയും വിശദമായ വാദങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് കേസ് ഇന്നത്തേക്ക് വിധി പറയാനായി മാറ്റിയത്. ഡോക്ടർ റീന 3 വർഷത്തെ സേവന കാലാവധി പൂർത്തിയാക്കിയെന്നും അവരെ തരം താഴ്ത്തിയിട്ടില്ലെന്നും സമാനമായ പദവിയാണ് നൽകിയിട്ടുള്ളതെന്നും സർക്കാർ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് പബ്ലിക് ഹെൽത്ത് ലാബ് ഡയറക്ടർ സ്ഥാനത്തേക്ക് മാറ്റിയതെന്നാണ് സർക്കാരിന്റെ വാദം. ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ ഈ അപ്പീൽ ആരോഗ്യ വകുപ്പിനും മന്ത്രിക്കും അതീവ നിർണായകമാണ്. അങ്കണവാടിയിലെ അതിക്രമം. പ്രതിയുടെ അമ്മയായ ടീച്ചറെ ചോദ്യം ചെയ്യും. സർവീസിൽ നിന്ന് നീക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം. അക്രമത്തെക്കുറിച്ച് അങ്കണവാടിയിലെ അധ്യാപികയായ അമ്മയ്ക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നോ എന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം നടപടികളിലേക്ക് കടക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വീഴ്ച വരുത്തിയ അങ്കണവാടി ടീച്ചറെ സർവീസിൽ നിന്ന് അടിയന്തരമായി നീക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. പുറത്തുനിന്നുള്ളവരെ അങ്കണവാടിയിൽ പ്രവേശിക്കരുതെന്ന സർക്കാർ നിർദ്ദേശം ലംഘിച്ചതിനെ തുടർന്നാണ് ഈ കർശന നടപടി. മന്ത്രി അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇന്ന് അങ്കണവാടിയിൽ നേരിട്ടെത്തി പരിശോധന നടത്തും.